കോൺഗ്രസിന്റെ ഫ്ലെക്സ് ബോർഡുകൾ CPM പ്രവർത്തകർ ആക്രമിക്കുന്നു. നിയമ നടപടിയുമായി പോലീസ് രംഗത്ത് വരുന്നു. വീട്ടിലെത്തി നോട്ടീസ് കൊടുക്കുന്നു. തിരിച്ചു മടങ്ങുമ്പോൾ നാം കണ്ടത് പോലീസ് സേനയ്ക്ക് തന്നെ അപമാനമാകുന്ന രീതി. ആ പോലീസുകാരൻ നമ്മുടെ മലയാള ഭാഷയിലെ എല്ലാ തെറിവിളിയും കേട്ടുകൊണ്ടിരിക്കുകയാണ്, വെല്ലുവിളിക്കുകയാണ്. ഇപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നാം പണ്ട് പത്രങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയും ബീഹാറിൽ കേട്ടിട്ടുണ്ട്, ഉത്തർപ്രദേശിൽ കേട്ടിട്ടുണ്ട്. അവിടെയെല്ലാം മാറ്റം വന്നതായി പണ്ട് പത്രപ്രവർത്തകർ ഉൾപ്പെടെ കുറച്ചു നാൾ മുമ്പ് അന്ന് ബീഹാർ ഇലക്ഷൻ സമയത്ത് പറയുകയാണ്, പണ്ട് ഞങ്ങൾ പോകുമ്പോൾ പോലീസിനെ പോലും വിരട്ടുന്ന ഒരു അവസ്ഥയായിരുന്നു, അവിടെ നിന്ന് മാറ്റം വന്നു. പക്ഷെ ആ മാറ്റം ഒരു വൈറസ് പോലെ കേരളത്തിലേക്കാണോ പടർന്നു പിടിച്ചിരിക്കുന്നത്? ഈ കേരളം ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി എല്ലാ മേഖലകളിലും ഇത്തരത്തിൽ ഒരു പിറകോട്ട് പോക്കായിട്ടാണ് കാണുന്നത്. പക്ഷേ കേരള സർക്കാരും LDFും CPM പ്രത്യേകിച്ചും അവകാശപ്പെടുന്നത് വലിയ മാറ്റങ്ങൾ ഈ നാട്ടിൽ വരുത്തിയെന്നാണ്. ശരിയാണ്, മാറ്റങ്ങൾ വരുത്തി. അതായത് പണ്ട് പോലീസുകാരെ അങ്ങോട്ടായിരുന്നു ചീത്ത വിളിക്കുന്നത്. അന്ന് വിളിച്ചതിൻ്റെ കൂട്ടുപലിശ അടക്കം അന്ന് വിളിച്ചതിൻ്റെ തലമുറയിലായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത നിരപരാധികളായ പലർക്കും തിരിച്ചു കിട്ടുകയാണ്. അപ്പോൾ അവിടെ മറ്റൊരു വിഷയം കൂടിയുണ്ട്. ഇപ്പം ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും ചാനലുകളിലൂടെയും ഒക്കെ കാണുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ ശ്രീജിത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് 50-50 പകുതിയോളം പേര് ഈ പോലീസുകാർക്ക് ഇത് വേണം, കൊടുത്താൽ കൊല്ലത്ത് മാത്രമല്ല നഗരൂരിലും കിട്ടും. അത് പറയാൻ കാരണം പോലീസുകാർ പൂജാരിമാരെ വരെ അവൻ്റെ പൂണൂല് വരെ ഊരി അവൻ്റെ കൂമ്പിനിടിച്ചിട്ട് കേസ് പോലും എടുക്കാതെ CCTV ക്യാമറ ദൃശ്യങ്ങൾ ചോദിച്ചാൽ അതുപോലും കൊടുക്കാത്ത പോലീസുകാരും ഇവിടെ ഉണ്ട്. പക്ഷേ ആ ഒരു പോലീസുകാരൻ അത് ചെയ്തു. അയാളെ കുറ്റം പറയുന്നതിന് പകരം പോലീസ് സേനയിലുള്ളവർക്കെല്ലാം ഇത് വേണം എന്നുള്ള ഒരു ഭാഗം. നിരപരാധികളായവരെ ഹെൽമെറ്റ് വെച്ച് അടിച്ചിട്ട് രക്ഷാപ്രവർത്തനം എന്നൊക്കെ പറയുമ്പോൾ തിരിച്ച് കിട്ടട്ടെ എന്നുള്ളൊരു രീതി വരും. പക്ഷേ ഇതിൽ പെടാത്ത കുറേ പേരുണ്ടല്ലോ, തെറി വിളിക്കുകയും തെറി കേൾക്കുകയും ചെയ്യാത്ത ബഹുഭൂരിപക്ഷം പേരും ഈ കേരളത്തിലെ ജനങ്ങൾ ഇത് കണ്ട് മൂക്കത്ത് വിരൽ വെക്കുക. ഇതെന്ത് കാലം? ഇനി അതും പോകട്ടെ, ഇതേ നഗരൂരിൽ ഇതേ പോലീസ് ഓഫീസറെ ഈ പറഞ്ഞ CPMൻ്റെയും DYFIയുടെയും നേതാക്കന്മാരല്ലായിരുന്നു ഇത് വിളിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അവിടെ ചെന്ന് നിൽക്കുമായിരുന്നു. ഇത് ആ സെക്കൻഡിലകത്താക്കില്ലേ? അപ്പോൾ പോലീസിനോടുള്ള അല്ലെങ്കിൽ പോലീസിൻ്റെ അകത്തുള്ള നിർവീര്യതയല്ല, ആ അത്രയും ചീത്ത വിളിക്കുമ്പോൾ അത് കേട്ട് നിൽക്കുകയല്ലാതെ തിരിച്ചൊരു ചീത്ത വിളിച്ചാൽ ഇപ്പം മാനവേ പോകും. ചീത്ത വിളി കേട്ടോണ്ടിരുന്നാൽ തിരിച്ചു വിളിച്ചാൽ ചിലപ്പോൾ ജീവനും കൂടെ പോകും. അങ്ങനത്തെ ഒരു അരാജകത്വമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. ഡിസംബർ 31 പുതുവത്സരത്തിനുണ്ടായ ഒരു വിഷയത്തിൽ ഒരാളെ 1-2 പേരെ പോലീസുകാർ മുൻവൈരാഗ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് നമുക്കറിയാൻ പറ്റില്ലല്ലോ. നമ്മൾ കാണുന്നത് അടിച്ചു, ലാത്തി കൊണ്ട് അടിച്ചു, അത് അവിടെ തീർന്നു. പക്ഷേ 1.5 മാസം കഴിഞ്ഞപ്പോൾ കണ്ടത് എന്താ? വളഞ്ഞു വെച്ച് ചെന്ന് പ്രകോപനമുണ്ടാക്കി പ്രശ്നമുണ്ടാക്കി അല്ലേ? അപ്പോൾ ഇതൊക്കെ കൊടുക്കുന്ന മെസ്സേജ് എന്താ? ഭരിക്കുന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ടവർ പോലീസിനെ അല്ല ഏത് സംവിധാനത്തെ എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യാൻ ഗവൺമെൻറ് ഉണ്ട്, മുഖ്യമന്ത്രിയുണ്ട്. അതിൻ്റെ അഹങ്കാരത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇന്നിപ്പം വേറൊരു വാർത്തയും കൂടെ ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത്, വെള്ളനാട് പഞ്ചായത്ത് ഓഫീസിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന് നമ്മൾ കണ്ടല്ലോ. പഞ്ചായത്ത് സെക്രട്ടറിയും അവിടുത്തെ പ്രസിഡൻറ്റുമായിട്ട് വിഷയമാണ്. ആ പഞ്ചായത്ത് പ്രസിഡൻറ്റ് പണ്ട് കോൺഗ്രസ്സിലായിരുന്നപ്പോഴും ഇതേ വിഷയമാണ്. അദ്ദേഹം CPMലായപ്പോൾ അതിനേക്കാളാണ്. കാരണം കോൺഗ്രസ്സിലാകുമ്പോൾ പാർട്ടിയിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയില്ല, ഇപ്പം അതുകൂടെ കിട്ടും. ഇന്ന് നമ്മൾ പത്രത്തിൽ കണ്ടത് എന്താ? പഞ്ചായത്ത് സെക്രട്ടറി വേറൊരു മെമ്പറെ കൊല്ലാൻ പോയി കത്തി കാണിച്ചെന്നും പറഞ്ഞ് പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ കേസ്. ഇതെല്ലാം ഇവിടുത്തെ ആഭ്യന്തരം എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ തെളിവല്ലേ നമ്മൾ കാണുന്നത്. അല്ല, പിണറായി വിജയൻ മറ്റൊരു ലാലു പ്രസാദ് യാദവായി മാറുകയാണ്. ലാലു പ്രസാദ് യാദവ് ഒരു ജംഗിൾ രാജ് ഭരണം കേരളത്തിൽ. അത് ബീഹാർ ഈ ചില സംസ്ഥാനങ്ങൾക്ക് പറ്റും, അവിടുത്തെ ജനങ്ങളുടെ കൾച്ചറിനും പറ്റും. കേരളത്തിന് പറ്റിയതാണോ ഈ ജംഗിൾ രാജും? വീഡിയോ കണ്ടാൽ അങ്ങനെ തോന്നും.
ഒരു പോലീസ് അല്ല ജീപ്പ് അത് തടയുന്നു. പക്ഷെ അതിനെ പ്രോത്സാഹിപ്പിക്കാനോ അത് അനുവദിക്കാനോ അതിനെ കണ്ണടയ്ക്കുന്നതിനോ നമ്മൾക്ക് കഴിയില്ലല്ലോ. കാരണം ഇവിടെ പണ്ട് ഇതിപ്പോൾ ഒറ്റപ്പെട്ട സംഭവമെന്നോ പെട്ടെന്ന് ആ വിഷ്വലൊക്കെ നമ്മൾ കണ്ടില്ലേ, പോലീസ് ജീപ്പ് പോവുകയാണ്, അതിൻ്റെ മുമ്പേ കൊണ്ടുവന്ന് ആ ചുവന്ന ആൾട്ടോ കാറ് കൊണ്ടുവന്ന് ക്രോസ് ചെയ്തങ്ങ് നിർത്തുകയാണ്. സഞ്ചാര സ്വാതന്ത്ര്യം, പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സമുണ്ടാക്കുക, മനഃപൂർവ്വം ഗൂഢാലോചന നടത്തി സംഘം ചേർന്ന് ആക്രമിക്കുക, എത്രയോ നോൺ ബെയിലബിൾ ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചേർത്ത് അകത്താക്കേണ്ടതാണ്. എന്നിട്ട് എന്ത് ഇത് വീഡിയോ ചെയ്യുന്നു എന്ന് അറിഞ്ഞിട്ട് പോലും വിളിച്ച ചീത്തകൾ. ഇപ്പോൾ നമ്മളുടെ ഈ പണ്ടൊക്കെ ഈ കൂട്ടുകാരുടെ സഹവാസത്തോടായിരുന്നു ഈ ചെറിയ പ്രായത്തിലുള്ള പിള്ളേർ ചീത്തവിളി കേൾക്കുന്നതെങ്കിൽ ഇപ്പം ചാനൽ തുറന്നു വെച്ചാൽ മതി, അവർക്ക് പുതിയ പുതിയ ചീത്തവിളികളൊക്കെ കിട്ടും. ഇനി ഇതിൽ ചിലത് മനസ്സിലായില്ലെങ്കിൽ കേട്ടത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അതിൻ്റെ ഒറിജിൻ വരെ ഇതാണ് കേരളം മാറുന്നു, നവകേരളം ഈ അർത്ഥത്തിലൊക്കെയാണ് കേരളം മാറുന്നു. അല്ലാതെ പറയുകയാണെങ്കിൽ കേരളം നാറുന്നു എന്നേ പറയാൻ പറ്റൂ. ഈ തെറി കേട്ടാൽ നാറാതിരിക്കാൻ പറ്റുമോ? എന്തൊക്കെയാണ് കണ്ണൂര് കാണിച്ചത്? എന്താ ആ കാണിച്ചതിൻ്റെ പിറകിൽ ഇപ്പോൾ ഈ വിഷയം തന്നെ ഇതിൻ്റെ ഉറവിടം എന്താ? ഈ ചീത്ത വിളിച്ചയോ ആക്രമിക്കാൻ പോവുകയോ ചെയ്ത ആളും ആ SIU ആയിട്ട് ഒരു പ്രശ്നമില്ല. അവരുടെ പ്രകടനം നടന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രകടനത്തിന് വിളിച്ച ഒരു ഡോക്ടറേറ്റുകാരി വിളിച്ച മുദ്രാവാക്യം കേട്ടില്ലേ? അച്ഛനില്ല നേരത്ത് അമ്മയ്ക്കുണ്ടായ പട്ടികളെ. അപ്പോൾ ഒരു സ്ത്രീക്ക് ഒരു പട്ടിക്കുട്ടിയെ പ്രസവിക്കാൻ കഴിയുമോ? സ്ത്രീ വിരുദ്ധതയല്ലേ? ഇവിടുത്തെ വനിതാ സംഘടനകൾക്കോ വനിതാ കമ്മീഷനോ ഒന്നും പരാതിയില്ലല്ലോ. അല്ല, ഈ സ്ത്രീകൾക്ക് വേണ്ടിയാണ് പണ്ട് ഈ യുവതി തന്നെ ഒരു പ്രസംഗം നടത്തിയത്. ജിമിക്കിങ് കമ്പനി കാലം മാറിയിരിക്കും. അതെ, എന്താണ് പറയുന്നത്? പാട്ടുകൾ ശ്രദ്ധിക്കുന്നില്ല. പണ്ടൊരു പ്രസംഗം കേട്ടിട്ടുണ്ട്. അത് ഈ പറഞ്ഞതുപോലെയാണ്. പാർട്ടിയിലായി കഴിഞ്ഞാൽ പിന്നീട് ഏത് പദവിയിലായി കഴിഞ്ഞാലും അതിപ്പം അവരിപ്പോൾ വഹിക്കുന്ന സ്ഥാനം കൊണ്ടല്ല. മുഖ്യമന്ത്രി പോലും പലപ്പോഴും പാർട്ടി സെക്രട്ടറി ആയിട്ടോ പാർട്ടിയുടെ ഒരു സാധാരണ മെമ്പറായിട്ടോ പലപ്പോഴും അധപ്പതിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ എത്രയോ വിഷയങ്ങളിൽ. അത് പാർട്ടി ശൈലിയാണ്. അതിനോടാണ് കേരളത്തിലെ രാഷ്ട്രീയ ഭേദമന്യേ ആളുകൾക്കുള്ള അമർഷം. ഒരു കാര്യം വ്യക്തമാണ്, ഈ സമയത്ത് ഈ കാലഘട്ടത്തിൽ ശ്രീ പിണറായി വിജയൻ അല്ലാതെ VS അച്യുതാനന്ദനെയോ നായനാരെയോ പോലെയുള്ള ഒരു മുഖ്യമന്ത്രി ആയിരുന്നു ഈ തുടർഭരണം നടത്തുന്നതെങ്കിൽ ഇതൊന്നും ഉണ്ടാകാൻ ഇതുപോലൊന്നും വേറെ രീതിയിലുണ്ടാകുമായിരിക്കും. ഇത്തരത്തിലൊന്നും ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. കാരണം ഇത് എല്ലാ സ്വാതന്ത്ര്യവും അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചു. ആ ഫ്ലെക്സ് ബോർഡ് നശിപ്പിച്ചാൽ സ്വാഭാവികമായിട്ടും കേസെടുക്കണം. അത് പോലീസുകാരുടെ ജോലിയാണ്. ഈ പോലീസ് എന്ന് പറയുന്നത് ഈ പാർട്ടി AKG സെൻറ്റർ വഴി നിയമിച്ചതല്ലല്ലോ. അവർ PSC വഴി നിയമനം കിട്ടി വരുന്നവരാണ്. എന്ന് മാത്രമല്ല, ഒരു ഗവൺമെൻറ് വന്ന് മാറി അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചയിൽ അന്വേഷണം വന്നാൽ ഇവർ സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ടാണ് പല സമ്മർദ്ദങ്ങളും വരുമ്പോൾ പല പോലീസ് ഓഫീസർമാരും സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്യുന്നത്. എന്നാൽ യഥാർത്ഥ കുറ്റവാളികളായ പോലീസുകാരെ ശിക്ഷിക്കുന്നുണ്ടോ? വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ച പോലീസ് ഓഫീസർ, മരം മുറിച്ച് കടത്തിയ പോലീസ് ഓഫീസർ, അറസ്റ്റ് ചെയ്ത് കേസിൽപ്പെട്ട വനിതയെ വീട്ടിൽ ചെന്ന് പല പ്രാവശ്യം പീഡിപ്പിച്ചത് സഹികെട്ട് മേലുദ്യോഗസ്ഥൻ്റെ ഈ നടപടി കണ്ടിട്ട് ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു. ഒരു നടപടിയില്ല. ആക്രി സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് വന്ന് അടുത്തുനിന്ന് അത് തിരിച്ച് കേസില്ലാതാക്കാൻ വേണ്ടി സീനിയർ മേലുദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങി അത് ഇല്ലാതാക്കിയത് കണ്ട് സഹികെട്ടിട്ട് അവിടുത്തെ ശാസ്താംകോട്ട ഭാഗത്തെങ്ങാണ്ടാണ് വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് മാറി. കാരണം പോലീസിൽ തന്നെ ഉള്ള നല്ലൊരു വിഭാഗം പേർക്ക് ഇതൊന്നും സഹിക്കുന്നില്ല. എന്തായാലും ഈ പോക്ക് ഇങ്ങനെയാണെങ്കിൽ തുടർഭരണം കൂടി വന്നാൽ കേരളം ബീഹാറിനേക്കാൾ പരമ അവസ്ഥയിലായി പോകും. അത് കേരളത്തിലെ ജനങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല എന്ന് ഇത്തരം സംഭവങ്ങൾ ഓർമ്മിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.